ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ ബാറ്റ്സ് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒരു സവാളയൊക്കെ വഴറ്റി അടിപൊളിയായിട്ട് നമുക്ക് പുട്ടിൻ്റെ കൂടെ, പൊറോട്ട, ദോശ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയെ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. സവാളയുടെ ആ ഒരു മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ചേറെ സവാള എടുക്കാം, ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് സവാള എടുത്താൽ മതി. 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പാർട്സ് ഇവിടെ ഇരിപ്പുണ്ട്. ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ലാത്തതാണ്. ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം. നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി ബെറ്ററാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൊഴുപ്പൊന്നും ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ കൊഴുപ്പൊക്കെ മാറ്റിയിട്ട് എടുക്കാം. ഞാനിവിടെ ഇപ്പം കൊഴുപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുക്കറിലോട്ട് നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പാർട്സ്, ചിക്കൻ്റെ പാർട്സ് അങ്ങോട്ട് ഇട്ട് എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ മുഴുവനായിട്ടും അതിലോട്ട് ചേർത്ത് കൊടുത്തു. ഒരു 2-3 പീസ് തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെയും നമുക്ക് വിസിലടുപ്പിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടുന്ന വെള്ളം മാത്രം ഒഴിച്ചിട്ട്, വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പാർട്സിൽ ഓൾറെഡി വെള്ളം കാണും. അപ്പോൾ അത് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാനിവിടെ ഇപ്പുറത്ത് ചീനിച്ചട്ടിയിൽ, അല്ലെങ്കിൽ നമുക്ക് കറി വെക്കേണ്ടത് ഏത് ചട്ടിയാണോ അത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും നമ്മുടെ സവാള വാടാനായിട്ട് മാത്രം ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് സവാള വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മളുടെ ബാക്കി തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. കുഴമ്പ് പോലെ വഴറ്റിയെടുക്കണം നന്നായിട്ട്. അതിലോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3-3.5 സ്പൂൺ, ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് 3-4 സ്പൂണെങ്കിലും നമ്മൾ ഇടുന്നത്. പിന്നെ ഗരം മസാല ചേർത്ത് ഒരു 3 സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുമ്പം അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ്റെ പാർട്സും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒന്ന് കുറുകുന്ന കറിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദോശ, ഇഡ്ഡലി, അപ്പം, ചപ്പാത്തി, പൊറോട്ട, പുട്ട്, ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത്. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് സേവ് ചെയ്ത് മാറ്റുവാണേ. അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് മുകളിലൊന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.